നമസ്കാരം. ഇന്ന് ഡിസംബർ 1. ഈ ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, ഇന്നേ ദിവസം ചില ലക്ഷണങ്ങൾ കാണുന്നത് ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകാൻ പോകുന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സൂചന തന്നെയാണ്. ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നതാണ്. ഉപ്പൻ ഇന്നേ ദിവസം വീടുകളിലേക്ക് വരികയോ ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ വീടിന് ചുറ്റും നടക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ മുന്നേറ്റം, സാമ്പത്തികപരമായ ലാഭം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇനി ഉപ്പനെ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നതായ സമയത്തോ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് വിശേഷാൽ ലക്ഷണമായി തന്നെ പരാമർശിക്കാവുന്നതാണ്. മറ്റൊന്ന് ചെറുകിളികളാണ്. വീടുകളിൽ പലപ്പോഴും കാണുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം പ്രഭാതത്തിലും സന്ധ്യാസമയത്തും ചെറുകിളികൾ വീടുകളിലേക്ക് വരുന്നതും പ്രത്യേകിച്ചും ഇന്നേ ദിവസം വീടുകളിൽ കാണുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടാക്ഷമുള്ള പക്ഷികളാണ് ചെറുകിളികൾ. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വരുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നതുമാണ്. ധാരാളമായി കാണുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി കരുതുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. കുരുവി, മണ്ണാത്തിപ്പുള് തുടങ്ങിയ പക്ഷികളെ അഥവാ കുരുവികളെ, ചെറുകിളികളെ പ്രത്യേകിച്ചും ഇന്നേ ദിവസം വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവി കടാക്ഷിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭാഗ്യം വർദ്ധിക്കുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് സന്തോഷകരമായ വാർത്തകളാണ്. നിങ്ങൾക്ക് ഇന്നേ ദിവസം സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിന് സമാധാനം പകരുന്നതായ വാർത്തകൾ കാണുവാനോ കേൾക്കുവാനോ സാധിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇഷ്ടദേവത, കുടുംബദേവത ഒപ്പമുള്ളതിന്റെ ലക്ഷണമായും പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ആരംഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചില ഭാഗ്യം അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ സന്തോഷ വാർത്ത അഥവാ ശുഭവാർത്ത കേൾക്കുന്നതും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ആഗ്രഹിച്ചതായ ചില വ്യക്തികളെ കാണുന്നു. നിത്യവും കാണുന്നതായ വ്യക്തികളായിരിക്കണം എന്നില്ല. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എന്നാൽ മുൻപ് കാണാൻ ആഗ്രഹിച്ചതായ വ്യക്തികളെ ഇന്നേ ദിവസം കാണുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഇനി അഥവാ നിങ്ങൾ തന്നെ ഈ കാര്യം കേൾക്കുന്നതിന് മുൻപ് അറിയാതെ വിളിച്ചു പോയിട്ടുണ്ട് എങ്കിലും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിൻ്റെയും അതേപോലെ ധനപരമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കൾ വിടരുന്നത് ഏറ്റവും ശുഭകരമാണ്. സുഗന്ധമുള്ള പൂക്കൾ വിടരുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. എന്നാൽ പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പുഷ്പം ഇന്നേ ദിവസം ധാരാളമായി വീടുകളിൽ വിടരുകയാണ് അല്ലെങ്കിൽ വിടർന്നിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ മഞ്ഞ പുഷ്പമോ അല്ലെങ്കിൽ കൂവളയിലെയോ ശംഖുപുഷ്പമോ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിലും അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. കൂടുതൽ ഭംഗിയോടെ ഇന്നേ ദിവസം വീടുകളിൽ പൂക്കൾ വിടരുന്നു എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധ ടെൻഷനുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടായി എന്ന് വരാം.
എന്നാൽ അതെല്ലാം മറക്കുന്നതായ അല്ലെങ്കിൽ ഒരു നിമിഷം മറക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വലിയ ടെൻഷനുകളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അത്തരം കാര്യങ്ങൾ മറക്കുകയും എന്തെന്നില്ലാത്ത മനസമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ അതും വിശേഷാൽ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ചില കാര്യങ്ങളുടെ മുന്നോടിയായി പരാമർശിക്കാം. ഭാഗ്യം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് ആഹാരവുമായി ബന്ധപ്പെട്ടാണ്. ഇഷ്ട ആഹാരം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ, അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകും എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇന്നേ ദിവസം വീട്ടിൽ നിങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതായ സാഹചര്യത്തിൽ പതിവിലും കൂടുതൽ രുചി ആ ആഹാരത്തിന് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ആ ആഹാരം ഇന്നേ ദിവസം ഏവർക്കും കൃത്യമായി തികയുകയും ചെയ്യും. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. മറ്റുള്ളവർ പോലും ഇന്നേ ദിവസം ആഹാരത്തിന്റെ രുചിയെക്കുറിച്ച് നിങ്ങളോട് പരാമർശിക്കുന്നതാണ്. അത്രമേൽ രുചികരമായിരിക്കും ഇന്നത്തെ ആഹാരം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് തത്ത വരുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. കാരണം ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മൂങ്ങയെ പകൽ സമയം കാണുന്നതും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാവുന്നതാണ് എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഭദ്രത നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പതിവിലും വിപരീതമായി സുഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ചും കാണുവാൻ സാധിക്കുകയോ അത്തരത്തിൽ അനുഭവിക്കുകയോ ചെയ്യുന്നു എങ്കിൽ അതും വിശേഷാൽ ഒരു ലക്ഷണം തന്നെയാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് ധാരാളമായി അല്ലെങ്കിൽ വളരെയധികം നേരം തെളിഞ്ഞു നിൽക്കുന്നത് വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം സമർപ്പിക്കുന്നതായ പുഷ്പങ്ങൾ അധികം നേരം വാടാതെ ഇരിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാവുന്നതാണ്. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ പ്രതിഷ്ഠയിൽ നിങ്ങൾ അലിഞ്ഞു പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ആ സമയം രോമാഞ്ചം അല്ലെങ്കിൽ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ആ ദേവതയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് പ്രകടമാവുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും നിറയുന്നതിൻ്റെ സൂചനയാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.